Meet the editors. ഇനിയും സംശയമുള്ളവർക്ക് വേണ്ടി ഞങ്ങൾക്ക് ലഭിച്ച മെറ്റയുടെ മറുപടി പ്രിയപ്പെട്ട പ്രേക്ഷകരെ അതിലെ പ്രസക്ത ഭാഗങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. മെറ്റ പറയുന്നു, ആഫ്റ്റർ thorough consultation with our team, we can confirm that the takedown was executed in compliance with local legal requirements rather than due to a technical error. സാങ്കേതികമായ പിഴവ് കാരണമല്ല, പകരം ഒരു ലോക്കൽ ലീഗൽ റിക്വയർമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്തകൾ ഞങ്ങൾ പിൻവലിച്ചത് എന്ന്. സാങ്കേതികമായ പിഴവ് മൂലമാണ് ഈ കാർഡുകൾ പിൻവലിച്ചതെന്ന് സൈബർ പോലീസിനെ അറിയിച്ചുവെന്ന് കഴിഞ്ഞ 2 ദിവസമായി ആഘോഷിച്ച മുഖ്യധാരാ മാധ്യമങ്ങളുടെ എഡിറ്റർമാരോടാണ്. നിങ്ങൾക്കിതിൽ മറുപടിയുണ്ടോ? ഇനി, ഐ റിയലൈസ് ദാറ്റ് ദ നോട്ടിഫിക്കേഷൻ യു റിസീവ്ഡ് മേ ഹാവ് കോസ്ഡ് സം കൺഫ്യൂഷൻ. നിങ്ങളിൽ ചിലപ്പോൾ ഒരാശയക്കുഴപ്പം ഉണ്ടാക്കിയേക്കാം ആദ്യം ഞങ്ങൾ നൽകിയ പ്രതികരണത്തിൽ. കാരണം ആദ്യം മെറ്റയോട് നമ്മൾ ചോദിച്ചപ്പോൾ മെറ്റ നൽകിയ മറുപടി, we restricted access to this content through an automated system implemented pursuant to legal requirements under India's information technology rules. ഇന്ത്യയുടെ IT റൂൾസിൻ്റെ അടിസ്ഥാനത്തിൽ, പ്രാദേശികമായിട്ടുള്ള ചില ലീഗൽ റിക്വയർമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഓട്ടോമേറ്റഡ് ആയ ഒരു സിസ്റ്റം ആയിരിക്കാം നിങ്ങളുടെ ഈ കണ്ടൻറ്റ് ഡിലീറ്റ് ചെയ്തത് എന്നതാണ് ആദ്യം നമുക്ക് കിട്ടിയ മറുപടി. ഇത് ഒരു AI ജനറേറ്റഡ് ആയ ഒരു എക്സ്ക്ലൂഷനാണ് എന്ന നിഗമനത്തിലേക്ക് നിങ്ങൾ ഒരുപക്ഷെ എത്തിച്ചേരാൻ അത് കാരണമായിട്ടുണ്ടാവാം. മെറ്റ തന്നെ പറയുന്നു, വിച്ച് മേ ഹാവ് ലെഡ് യു ടു ബിലീവ് ദാറ്റ് ഇറ്റ് വാസ് ആൻ AI-driven decision. To clarify, the type of content restriction in this situation is determined by local law. While our team cannot provide further details about the legal order, you can consult website for a more detailed understanding of the process. Regardless of whether the content was removed or restricted automatically, this is very important, Meta is required to comply with local law, and nature of the restriction here is a local legal requirement. ഇതായിരുന്നു ഈ പോസ്റ്റുകൾ പിൻവലിക്കാനുള്ള നിയമപരമായി മെറ്റയെ ബാധ്യതപ്പെടുത്തിയത്. ലോക്കൽ ലീഗൽ റിക്വയർമെൻറ്റ്. ലോക്കൽ ലീഗൽ റിക്വയർമെൻറ്റ് എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്നുകിൽ അത് ഈ യൂണിവേഴ്സിലുള്ള ഏതെങ്കിലും ഒരു രാജ്യത്തെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ അതല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയോ ലീഗൽ റിക്വയർമെൻ്റ് എന്ന് വായിക്കേണ്ടി വരും. കാരണം ഇതൊരു ജിയോ ബ്ലോക്കിംഗ് ആണ് നടന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ അതിർത്തിയിൽ മാത്രമാണ് ഈ പോസ്റ്റുകൾ ലഭ്യമാകാതെയുള്ളൂ. ആദ്യം തന്നെ മെറ്റ നമ്മളോട് പറഞ്ഞത് ഇത് ഏതെങ്കിലും തരത്തിൽ മെറ്റയുടെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ലംഘിച്ചതുകൊണ്ടുള്ള നിരോധനമല്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഭാഗത്ത് നിന്ന് ആ വാർത്ത കൊടുത്തതിൽ ഒരു കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനും റിപ്പോർട്ടർ TV ലംഘിച്ചിട്ടില്ല എന്നതാണ്. അങ്ങനെ ലംഘിക്കാതിരിക്കെ ആ പോസ്റ്റുകൾ പിൻവലിക്കണമെങ്കിൽ പിന്നെ ഒരേ ഒരു കാരണം ലീഗൽ റിക്വയർമെൻ്റ് ആണ്. ഇതിവിടെ ഒരു ലോക്കൽ ലീഗൽ റിക്വയർമെൻ്റ് ആണ് എന്ന് തന്നെ മെറ്റ യാതൊരു സംശയത്തിനും ഇടയില്ലാത്ത വിധം പറയുന്നു. ലോക്കൽ ലീഗൽ റിക്വയർമെൻറ്റ്. ഇനി അതിനുശേഷം പറയുന്നു, സിൻസ് ദ പേജ് ഈസ് ബേസ്ഡ് ഇൻ ഇന്ത്യ, എ ഫോർമൽ ഗ്രീവൻസ് പ്രോസസ് ഈസ് നെസസറി. പിന്നീട് എങ്ങനെയാണ് നിങ്ങൾ ആ ഗ്രീവൻസ് പ്രോസസ്സിലേക്ക് പോകേണ്ടതെന്ന് പറയുന്നു. റിപ്പോർട്ടർ ആ വഴിയിൽ പോയി അതിനുശേഷം നമ്മൾ ബോധ്യപ്പെടുത്തിയതിനു ശേഷം ആ പോസ്റ്റുകൾ പുനഃസ്ഥാപിക്കപ്പെട്ട് കിട്ടി. പക്ഷേ കഴിഞ്ഞ മണിക്കൂറുകളിൽ പ്രചരിച്ച വാർത്ത സാങ്കേതിക പിഴവ് കാരണമാണ് ഈ 21 പോസ്റ്റുകളും പിൻവലിച്ചത് എന്നാണ്. ആ വാർത്ത വ്യാജമാണ്. അതെന്തിനങ്ങനെ ഒരു വാർത്ത ചില മാധ്യമങ്ങൾ ചമച്ചു എന്നുള്ളതാണ്. സർക്കാരിനെ പിന്തുണയ്ക്കുന്നവർ പോലും ആ പോസ്റ്റുകൾ ഷെയർ ചെയ്തത് എന്തിനാണെന്നാണ്. നമ്മുടെ നാട്ടിൽ മാധ്യമ സ്വാതന്ത്ര്യം വേണമെന്നൊരു അഭിപ്രായം പ്രിയപ്പെട്ട പ്രേക്ഷകർക്കില്ലേ എന്ന് മാത്രമേ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളൂ. വേട്ട തന്നെയോ എന്നതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. ഞാൻ ഇന്ന് ആന്റോ അഗസ്റ്റിൽ നിന്ന് തുടങ്ങാം. ഈ ഏതെങ്കിലും ഒരു വിഷയത്തിൽ കള്ളം പറയുന്ന ഭരണകൂടങ്ങൾ ഉണ്ടാവാം. പക്ഷേ ഈ കള്ളം പറയാൻ വേണ്ടിയിട്ട് ഒരു ഭരണകൂടം ഉണ്ടാകുന്നത് ഞാൻ കുറച്ച് നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ എന്നുള്ളതാണ്. നിരന്തരം പ്രതിപക്ഷം താവണം മാധ്യമധർമ്മം എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ കുറച്ചെങ്കിലും ഒരു പ്രതിപക്ഷത്തേക്കാവേണ്ടത് അത്യാവശ്യമായി വന്നിട്ടുണ്ട് കേരളത്തിൽ എന്നുള്ളതാണ്. നമ്മൾ കുനിയാൻ പറയുമ്പോൾ കിടക്കുന്ന അവസ്ഥയിലേക്ക് ചില മാധ്യമങ്ങളെങ്കിലും അല്ലെങ്കിൽ സാഷ്ടാംഗം പ്രണമിക്കുന്ന രീതിയിലേക്കെങ്കിലും ചില മാധ്യമങ്ങൾ കേരളത്തിൽ വന്നു എന്നുള്ളതാണ്. നമുക്ക് മെറ്റയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മെറ്റയുടെ അവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? മെറ്റയുടെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ 21 വാർത്തകൾ മെറ്റ നീക്കം ചെയ്തു. 21 വാർത്തകൾ മെറ്റ നീക്കം ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ 5 വാർത്ത 6 വാർത്ത നീക്കം ചെയ്തപ്പോൾ നമ്മൾ ഒരു വാർത്തയും കൊടുത്തിട്ടില്ല. കാരണം അതിന് എന്താണ് പിഴവ് എന്തെങ്കിലും ഉണ്ടാവാനാണ് സാധ്യത എന്ന് പറഞ്ഞിട്ട് നമ്മൾ 8 വാർത്തകൾ കൊടുക്കുന്ന സമയത്ത് പോലും നമ്മൾ വാർത്ത കൊടുത്തില്ല.
അപ്പോഴും നമ്മൾ ഇത് എന്തുകൊണ്ടായിരിക്കും നീക്കം ചെയ്യുന്നത്? എന്തെങ്കിലും സാങ്കേതിക പിഴവായിരിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ പിഴവാണോ, അല്ലെങ്കിൽ ടെക്നിക്കൽ പ്രശ്നങ്ങൾ എന്തെങ്കിലും ആണോ എന്നുള്ളത് പരിശോധിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അത് കാര്യമായി ശ്രദ്ധിക്കാതിരുന്നത്. എട്ടാമത്തെ വാർത്ത ഏത് ഫോർമാറ്റിലുള്ള വാർത്തയാണ് എന്നുള്ളത് നമ്മുടെ ഡിജിറ്റൽ ടീം സ്ക്രൂട്ടനൈസ് ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇത് ഒരേ കാറ്റഗറിയിലുള്ള വാർത്തയും ഇത് കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള വാർത്തകളുമാണ് എന്നുള്ളത് മനസ്സിലാകുന്നത്. അതാണ് ഇതിനൊരു പ്രത്യേക കാരണം ഉണ്ടാവുമല്ലോ ഇങ്ങനെ നീക്കം ചെയ്യാൻ എന്ന് ശ്രദ്ധിക്കുന്ന സമയത്ത് അതിനൊരു ഫോർമാറ്റ് കാണുകയാണ്. കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരെ വരുന്ന വാർത്തകൾ നിരന്തരമായി നീക്കം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോഴാണ് നമ്മൾ മെറ്റയ്ക്ക് മെയിൽ അയക്കുന്നത്, എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ഇങ്ങനെ വാർത്തകൾ നീക്കം ചെയ്യാനുള്ള കാരണം എന്ന് ചോദിക്കുന്നു. മെറ്റയിൽ നിന്ന് കൃത്യമായി മറുപടി കിട്ടിയതിന് ശേഷമാണ് റിപ്പോർട്ടർ TV വാർത്ത കൊടുത്തു തുടങ്ങിയത്. അപ്പം എന്താണ്, ലോക്കൽ ലീഗൽ റിക്വയർമെൻ്റാണ് ഈ വാർത്തകൾ നീക്കം ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്. ആ വാർത്ത കിട്ടിയതിന് ശേഷം, അല്ലെങ്കിൽ ആ മറുപടി മെറ്റയിൽ നിന്ന് കിട്ടിയതിന് ശേഷം റിപ്പോർട്ടർ TV വാർത്ത കൊടുത്ത് തുടങ്ങിയ ആ സമയത്ത് തന്നെ ചില മാധ്യമങ്ങളും ചില ആൾക്കാരും വന്നിട്ട് പറയുകയാണ് ഇത് അങ്ങനെയൊന്നും അങ്ങനെ വാർത്ത നീക്കം ചെയ്യാൻ പറ്റില്ല, കാരണം എന്തോ ഒരു വലിയ കുറ്റം ചെയ്തു എന്നുള്ള നിലയിലാണ് റിപ്പോർട്ടർ TVയെ സൈഡ് ലൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് മറുപടി ആദ്യത്തെ ഒരു ദിവസം മുഴുവൻ നമ്മൾ കൊടുത്തു. പിന്നീടാണ് നോക്കുമ്പോൾ എന്താണ്, ന്യൂസ് മലയാളത്തിൻ്റെ വാർത്തകൾ നീക്കം ചെയ്യുന്നു, കൈരളി ചാനലിലെ വാർത്തകൾ നീക്കം ചെയ്യുന്നു, ദേശാഭിമാനിയുടെ വാർത്തകൾ നീക്കം ചെയ്യുന്നു, ചില ഓൺലൈൻ മാധ്യമങ്ങളുടെ വാർത്തകൾ നീക്കം ചെയ്യുന്നു, സർക്കാരിനെതിരെ വാർത്തയിടുന്ന പോസ്റ്റ് ഇടുന്ന അതിൻ്റെ ഇൻഡിവിജ്വൽസിൻ്റെ വാർത്തകൾ നീക്കം ചെയ്യുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് ഒരു കേരളം പോലെ ഒരു സംസ്ഥാനത്ത് നടക്കുന്നത്? മാധ്യമ സ്വാതന്ത്ര്യം വേണമെന്ന് രാവിലെ ഉച്ചയ്ക്കും പറയുന്ന, അല്ലെങ്കിൽ കേരളത്തിൽ ഇത്രയധികം മാധ്യമ സാക്ഷരതയുള്ള കേരളത്തിൽ എങ്ങനെയാണ് അത് നടക്കുന്നതെന്ന് അതിശയത്തോടു കൂടിയിട്ടാണ് നമ്മൾ നോക്കിയത്. 2 ദിവസം വാർത്ത നോക്കി. അപ്പോൾ വാർത്തകൾ കൊടുക്കുന്നത്, വാർത്തകൾ നീക്കം ചെയ്തു, അതിനെതിരെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാർഡുകൾ വരെ നീക്കം ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ചർച്ച എന്ന് പറയുന്നത് എന്താ, കാർഡുകൾ ഈ വാർത്ത നീക്കം ചെയ്തതുമായി ബന്ധപ്പെട്ട് മാധ്യമ അടിയന്തരാവസ്ഥയാണോ എന്ന് ചോദിച്ച് ചർച്ച ചെയ്ത കാർഡുകൾ വരെ നീക്കം ചെയ്യുകയാണ്. അതിനുശേഷമാണ് പിറ്റേ ദിവസം രാവിലെ ബുധനാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച മുഖ്യമന്ത്രിയുടെ പ്രസ് മീറ്റ് വരുന്നത്. പ്രസ് മീറ്റ് വരുന്ന സമയത്ത് മുഖ്യമന്ത്രിയോട് ചോദിക്കും, മുഖ്യമന്ത്രി പറയുന്നത് എന്താണ്, കാരണം ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിട്ടേ ഇല്ല എന്ന് പറയുന്നു. തൊട്ടടുത്ത് അദ്ദേഹം പറയുന്നത് നിങ്ങളൊന്ന് ഈ ലീഗൽ പോരാട്ടം നടത്തൂ, ഞങ്ങളും കൂടെ നിങ്ങളെ സഹായിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ആരാണ് പറയുന്നത്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അതിന് നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമുണ്ടോ? അവിശ്വസിക്കേണ്ട കാര്യമില്ല. എല്ലാവരും വാർത്ത അവിടെ നിർത്തി. അതിന് കാരണം അതിൻ്റെ അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. പിന്നെ എന്താണ്, പിന്നെയും വാർത്ത കാർഡുകൾ നീക്കം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾക്കിത് മനസ്സിലായി, ഇതിനകത്ത് നമ്മൾ ഈ പറയുന്നത് വഴിതിരിച്ചു വിടാനുള്ള ഒരു കാരണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയും വഴിതിരിച്ചു വിടാനുള്ള അതിൽ നിന്ന് എങ്ങനെ മുക്തി നേടാം എന്നുള്ളത് നമ്മൾ ലീഗൽ പോരാട്ടത്തിലേക്ക് ഇറങ്ങുന്നത്, റിപ്പോർട്ടർ TV ലീഗൽ പോരാട്ടത്തിലേക്ക് ഇറങ്ങുന്നത്. ലീഗൽ പോരാട്ടത്തിൽ ഇറങ്ങുന്ന സമയത്ത് എന്താ, നമ്മൾ മെറ്റയായിട്ട് നിരന്തരം ബന്ധപ്പെടുന്നു, അവരെ ഗ്രീവിയൻസ് സെല്ലുമായിട്ട് നിരന്തരം ബന്ധപ്പെടുന്നു, അതിന് മേലെയുള്ള ഉദ്യോഗസ്ഥരുമായി നിരന്തരം ബന്ധപ്പെടുന്നു. അപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായത്, എന്താണ് ലോക്കൽ ലീഗൽ റിക്വയർമെൻ്റ് ആണ് എന്നുള്ളത്. അത് നമ്മൾ ശക്തമായി വാർത്ത ചെയ്യാൻ തീരുമാനിക്കുന്നു, അത് വാർത്ത ചെയ്യുന്നു. അത് എന്താണ് മെറ്റയിൽ നിന്ന് കിട്ടിയ മറുപടി, അത് ശക്തമായി അങ്ങനെ തന്നെ നമ്മൾ വാർത്തയിൽ കൊടുക്കുകയും ഇതാണ് കേരളത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളത് അതിശക്തമായി ഉന്നയിക്കുകയും ചെയ്യുകയാണ്. ആ സമയത്താണ് കുറച്ച് മാധ്യമങ്ങൾ ക്യാപ്സ്യൂളുമായി വരുന്നത്. ക്യാപ്സ്യൂൾ എന്താണ്? ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് അതിനകത്ത് തലയില്ല വാലില്ല ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. മെറ്റയിൽ നിന്നും കേരള പോലീസിന് വിവരം ലഭിച്ചിരിക്കുന്നു, അത് AI ഓട്ടോമാറ്റിക് സിസ്റ്റത്തിൻ്റെ ഭാഗമായി നീക്കം ചെയ്തതാണ് എന്നുള്ളത് കേരള പോലീസിനെ അറിയിച്ചിരിക്കുന്നു. ഏത് കേരള പോലീസിലാണെന്നില്ല, ഏത് ഉദ്യോഗസ്ഥനാണെന്നില്ല, ആർക്ക് എവിടെ മെയിൽ കിട്ടിയെന്ന് അറിയില്ല, എങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഇല്ല എല്ല, ഫോണിൽ വിളിച്ചു പറഞ്ഞ പോലെയാണ്. കേരളത്തിലെ ഏതോ പോലീസ് ഉദ്യോഗസ്ഥരെ ഫോണിൽ വിളിച്ചു പറഞ്ഞു ഞങ്ങളെല്ലാം നീക്കം ചെയ്തത് AI ഇൻ്റഗ്രേഷൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ AI ടൂളിൻ്റെ ഭാഗമായിട്ട് നീക്കം ചെയ്താണ്, ഫോണിൽ വിളിച്ചു പറഞ്ഞ പോലെയാണ് വാർത്തകൾ ചെയ്തത്. ഇത് റിപ്പോർട്ടർ TVയുടെ വാർത്ത പൊളിഞ്ഞിരിക്കുന്നു, വ്യാജ വാർത്തയാണ് എന്നുള്ള നിലയിൽ വലിയ ശക്തമായ കേരളത്തിലെ പ്രധാനപ്പെട്ട 4-5 മാധ്യമങ്ങൾ, പ്രധാനപ്പെട്ട അല്ലെങ്കിൽ 1 തുടങ്ങി 5-ാം സ്ഥാനത്ത് വരെ നിൽക്കുന്ന, അല്ലെങ്കിൽ 2-ാം സ്ഥാനം തുടങ്ങി 6-ാം സ്ഥാനം വരെ നിൽക്കുന്ന 4-5 മാധ്യമങ്ങൾ ശക്തമായ വാർത്ത. ഈ വാർത്ത ആര് കൊടുത്തു എന്നില്ല, എവിടെ നിന്ന് കിട്ടിയെന്നില്ല, കേരളത്തിലെ ഏതോ പോലീസ് ഉദ്യോഗസ്ഥനെ മെറ്റ അറിയിച്ചു എന്നുള്ള നിലയിലേക്കാണ് വാർത്ത കൊടുക്കുന്നത്. വ്യാജ വാർത്ത പൊളിഞ്ഞിരിക്കുന്നു എന്നുള്ള നിലയിലേക്ക്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം സത്യസന്ധമായി മാധ്യമപ്രവർത്തനമായി മുന്നോട്ട് വരികയും ഇതിലെന്താണ് സംഭവിച്ചതെന്നുള്ള തുടക്കം മുതൽ അവസാനം വരെ അറിയാൻ നമ്മളെ സംബന്ധിച്ച് അമ്പരപ്പായി. അപ്പോൾ നമ്മൾ ഇന്നലെ തുടങ്ങി ഇതിനെന്താണ് പോവഴി എന്നുള്ളത് നോക്കുകയും അതുമായി ബന്ധപ്പെട്ട നമ്മുടെ ഡിജിറ്റൽ ടീമിലെ പ്രധാനപ്പെട്ട മേധാവിമാരെല്ലാം മെറ്റയുമായി സംസാരിക്കുകയും ഇങ്ങനെ കേരളത്തിലെ പോലീസിന് ഇങ്ങനെ ഒരു മെയിൽ അയച്ചിട്ടുണ്ടോ, രണ്ടാമത്തത് ഇതുപോലെ തന്നെ AI ഓട്ടോമാറ്റിക്കായി മെറ്റ നീക്കം ചെയ്തതാണെന്നുള്ളൊരു നെഗറ്റീവ് കേരളത്തിലെ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്, അത് ശരിയാണോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ രണ്ടാമത് മെറ്റയ്ക്ക് മെയിൽ അയക്കുന്നു. അതിൻ്റെ റിപ്ലൈ വരുമ്പോൾ എന്താണ്, നിങ്ങൾ AI ഓട്ടോമാറ്റഡ് ആയതല്ല, ഞങ്ങൾ ലീഗൽ ടീമുമായി ഡിസ്കസ് ചെയ്യും, സ്കൂട്ടനി ചെയ്തതിന് ശേഷം നിങ്ങളെ അറിയിക്കുന്നു
എന്ന് പറഞ്ഞിട്ടാണ് മറുപടി പറയുന്നത്. നിങ്ങളെ അറിയിക്കുന്നു എന്ത്, ഇത് ഒരു AI എന്താണ് ഓട്ടോമാറ്റഡ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് റിമൂവ് ചെയ്യപ്പെട്ടതല്ല, ഇത് ലോക്കൽ ലീഗൽ റിക്വയർമെൻറ്റിൻ്റെ ഭാഗമായി റിമൂവ് ചെയ്തതാണെന്ന് വ്യക്തമായി നമ്മളെ അറിയിക്കുന്നു എന്നുള്ളതാണ്. സാറേ, അതായത് ഒരു ഓട്ടോമേറ്റഡ് സംവിധാനം അതിൽ ഉപയോഗിച്ചു. അതായത് ഈ ചിത്രങ്ങളും വാക്കുകളും വ്യക്തികളുടെയും വെച്ചിട്ട് ഒരു ഓട്ടോമേറ്റഡ് സംവിധാനത്തിലൂടെയാണ് ഇത് കണ്ടെത്തി മെറ്റ അത് റിമൂവ് ചെയ്യാൻ ഒരു പക്ഷെ ഉപയോഗിച്ചിട്ടുണ്ടാവുക. പക്ഷെ അതിന് കാരണമായത് ഈ ലീഗൽ റിക്വയർമെന്റ്. ഞാൻ പറയുന്നു മാധു, ഒരു ലിങ്ക് എടുത്ത് മെറ്റയ്ക്കാനും അയച്ചിട്ട് അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യണം, ഇന്ന കാരണങ്ങൾ റിമൂവ് ചെയ്യണം. ആ ഒരു പ്രോസസ്സ് ഒരു ഉദ്യോഗസ്ഥർ നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നടത്തുന്നുണ്ട്. ഇപ്പം എനിക്കെതിരെ പോസ്റ്റ് വന്നു, നമ്മളതെടുത്ത് മെറ്റയ്ക്ക് അയച്ചിട്ട് മെറ്റയോട് പറയും ഇന്ന കാര്യങ്ങൾ റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് റിമൂവ് ചെയ്യണം. അത് ആരെ കൊണ്ടാ പറ്റുക? ആരെ കൊണ്ട്? ലോക്കൽ അതോറിറ്റിനെ കൊണ്ടേ പറ്റുള്ളൂ. പോലീസോ അല്ലെങ്കിൽ IT അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബോഡിനെ കൊണ്ടത് പറ്റുള്ളൂ. അങ്ങനെ റിമൂവ് ചെയ്യാണ്. എന്നിട്ട് റിമൂവ് ചെയ്തിട്ടില്ല എന്ന് വരുത്തുകയും ഇത് സത്യസന്ധമായി വാർത്ത ചെയ്ത മാധ്യമങ്ങളെ തറപറ്റിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി വ്യാജ വാർത്ത പ്രചരിപ്പിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കേരളത്തിലെ മാധ്യമ സ്ഥാപനം പോയി അല്ല മാധ്യമപ്രവർത്തനം പോയി നിൽക്കുന്ന ഒരു ശൈലി എന്ന് പറയുന്നത്, മാധ്യമ സ്ഥാപനങ്ങൾ പോയി ഞാൻ പറയുന്നത് മത്സരം നല്ലതാണ്. ഞാൻ പറയുന്നത് എല്ലാ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് മത്സരം നല്ലതാണ്. പക്ഷേ എന്താണ്, ഇത് ഒരു ദിവസം തിരിഞ്ഞു കുത്തുന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടും ഈ പണ്ട് മലയാള ഭാഷയിൽ പറയുന്ന ഒരു ചെറിയ ഇതുണ്ടല്ലോ, എന്താണ് ചേട്ടൻ്റെ കണ്ണീര് അല്ല അളിയൻ ചത്താലും വേണ്ടില്ല, ചേട്ടൻ ചത്താലും വേണ്ടില്ല, നാത്തൂൻ്റെ കണ്ണീര് കണ്ടാൽ മതി എന്ന് പറയുന്ന ശൈലി ഉണ്ടല്ലോ. ചേട്ടൻ ചത്താലും വേണ്ടില്ല, നാത്തൂൻ്റെ കണ്ണീര് കണ്ടാൽ മതി എന്നുള്ള നിലയിലേക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ മാറി എന്നുള്ളതാണ്. ഒന്ന് ആലോചിക്കുക എവിടെയാണ് വന്ന് നിൽക്കുന്നതെന്ന്. അപ്പം ഇത് എന്ന് പറയുന്നത് അതാണ് ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ ഒരു ശൈലി. നമ്മൾ കേന്ദ്രത്തിൽ മോദി മീഡിയ ഉണ്ടല്ലോ, ഗോദി മീഡിയ എന്ന് പറയുന്ന മീഡിയ സംവിധാനങ്ങളുണ്ടല്ലോ, സർക്കാരിൻ്റെ ഭാഗമായി സർക്കാരിന് വേണ്ടി സ്തുതിപാഠകരായി നിൽക്കുന്നു എന്നുള്ളതാണ്. ചില മാധ്യമങ്ങൾ കേരളം ചെയ്യുന്നറിയോ? ഞാൻ പറയുന്നത് കേന്ദ്രത്തിൽ ഗോദി മീഡിയനേക്കാളും കൂടുതൽ കേന്ദ്രത്തോടും അല്ലെങ്കിൽ BJP-നോടും കേന്ദ്ര സർക്കാരിനോടും അടുത്ത് നിൽക്കുകയും കേരളത്തിൽ കോൺഗ്രസുമായിട്ട് അല്ലെങ്കിൽ VD സതീശന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരേ സമയത്ത് രണ്ട് സംവിധാനത്തിൽ വർക്ക് ചെയ്യുന്ന മാധ്യമങ്ങളായി കേരളത്തിൽ മാറി എന്നുള്ളതാണ്. കേന്ദ്രത്തിൽ BJP-യുടെ നിൽക്കുകയും കേരളത്തിൽ കോൺഗ്രസിനൊപ്പം നിൽക്കുകയും അല്ലെങ്കിൽ VD സതീശനൊപ്പം നിൽക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ സർക്കാരിന് അനുകൂലമായി നിൽക്കുന്നത്. അപ്പോൾ കേന്ദ്രവും കേരളത്തിന് സർക്കാരിന് അനുകൂലമായി നിന്നിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള നിലയ്ക്കോ. അപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല അത് VD സതീശൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇവരോട് പറഞ്ഞിട്ട് ചെയ്യുന്നല്ല. കേരളത്തിലെ മുഖ്യമന്ത്രി ഇപ്പം നാളെ രാവിലെ വിളിച്ച് പറയുകയാണ്, ഇതാ ഈ മെറ്റ ഇങ്ങനെ ഒരു വാർത്ത ചെയ്തു എന്ന് പറയും, നിങ്ങളൊരു വാർത്ത ചെയ്യൂ എന്നുള്ളത് VD സതീശൻ പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ എന്താണ്, ആ ഉത്തരവാദിത്വം കൂടെ നമ്മുടെ എന്തോ ഉത്തരവാദിത്തമാണ് എന്നുള്ള നിലയിലേക്ക് എടുത്ത് ചെയ്യുന്ന രീതിയിലേക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ മാറി എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം ശരിയാണ് സാറേ, എന്ന് പറഞ്ഞറിയോ, നമ്മൾ മനസ്സിലാക്കുന്നത് അറിയോ, ഈ രാജ്യത്തൊരു ഭരണഘടനയുണ്ട്. ഈ ഭരണഘടനയുടെ അടിസ്ഥാനപ്പെട്ടാണ് സർക്കാരും ഉള്ളത്, ഗവൺമെൻറ്റും ഉള്ളത്, മാധ്യമങ്ങളും എല്ലാവരും ഉള്ളത് അല്ലേ? ആ സർക്കാരും ആ പറയുന്ന ഭരണഘടനയുള്ളിടത്തോളം കാലം റിപ്പോർട്ടർ TV ഇതേ നിലപാടെടുത്ത് മുന്നോട്ട് പോകും, ഇതേ ശക്തമായ നിലപാട് മുന്നോട്ട് പോകും. കാരണം എന്താണ്, ഭരണഘടനയുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ പറയുന്ന സംവിധാനങ്ങളൊക്കെ നിൽക്കുന്നത്. ഏത് സർക്കാരും പറയുന്ന മാധ്യമങ്ങളും നമ്മുടെ ഓരോരുത്തരെയും സംസാരിക്കാനും പ്രവർത്തിക്കാനും നമ്മുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുമുള്ള നമുക്ക് കിട്ടുന്ന ഭരണഘടന നമുക്ക് തരുന്ന അവകാശങ്ങളുണ്ടല്ലോ. ഈ അവകാശങ്ങൾ മുൻനിർത്തി റിപ്പോർട്ടർ TV എന്നും പോകും. അപ്പോൾ ഞാൻ പറയുന്ന കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താ അറിയോ, ഒറ്റ കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ നിങ്ങൾ കോൺഗ്രസിന് അനുകൂലമായ CPM അനുകൂലമായ എന്നുള്ളതല്ല, മത്സരത്തിനേക്കാളപ്പുറം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത്. തെറ്റ് ചൂണ്ടിക്കാണിക്കുന്ന ആൾക്കാർ അത് മനസ്സിലായിട്ട് ഇത് തെറ്റാണ്, ഇത് ചെയ്യുന്നത് ശരിയല്ല എന്ന് മനസ്സിലായിട്ട് എന്തോ ഒരു വാശിക്കും വൈരാഗ്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് മാറി എന്നുള്ളതാണ്. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. കേരളത്തിലെ മാധ്യമങ്ങൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ചെയ്ത കാര്യങ്ങളുണ്ടല്ലോ, ഈ വാർത്തയുമായി ബന്ധപ്പെട്ട ചെയ്ത കാര്യങ്ങൾ പോസിറ്റീവായി നമ്മളിങ്ങനെ ഒരു ലീഗൽ ഫൈറ്റിന് വേണ്ടി ഇറങ്ങിയില്ലായിരുന്നെങ്കിലുണ്ടല്ലോ, ഇതൊരു നോർമൽ കോഴ്സായി മാറിയേനെ. ഇത് നോർമൽ കോഴ്സായി മാറുകയും പിന്നീട് ഇത് ചോദ്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോവുകയും ചെയ്തേനെ. കാരണം റെഗുലറായിട്ട് വരുന്ന വാർത്തകൾ നീക്കം ചെയ്യപ്പെടും, ആരോടും ചോദിക്കാൻ കഴിയില്ല. ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ 6 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ 1 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളായി വന്നേനെ. ഒറ്റ കാര്യം എന്താ പറയുക, ഇപ്പം ഞാൻ മറ്റുള്ള മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു, അവരൊക്കെ പറഞ്ഞെന്താ പറയുക, നിങ്ങൾ ഈ ചെയ്തത് നന്നായി, ഞങ്ങളൊക്കെ കോടതിയിൽ പോകണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കോടതി പോകാനുള്ള പ്രശ്നം എന്താ, കോടതി പോയിട്ട് മോണിറ്ററി ബെനിഫിറ്റ് നഷ്ടപ്പെടും. മോണിറ്ററി ബെനിഫിറ്റ് നഷ്ടപ്പെട്ടാൽ ഈ മാധ്യമത്തിന് പിന്നെ നടക്കാൻ കഴിയാതാവും, പ്രോഫിറ്റ് ഉണ്ടാവില്ല, പണം ലഭിക്കാതാവും, മോണിറ്ററി ബെനിഫിറ്റ് നഷ്ടപ്പെടുകയും മെറ്റയ്ക്കെതിരെ കേസ് കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് വരും. അതോടുകൂടി ഈ പറയുന്ന സിസ്റ്റം പൊളിയും. ഈ സിസ്റ്റം പൊളിയുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. ചില മാധ്യമങ്ങൾ കോടതി പോയല്ലോ, ചില മാധ്യമങ്ങൾ കോടതി പോവുകയും ഈ പറയുന്ന പേജുകൾ തിരിച്ചു പിടിക്കുകയും ചെയ്തതോടുകൂടി എന്ത് സംഭവിച്ചു, അവർക്ക് മെറ്റയും പറയുന്ന യൂട്യൂബൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന പണം പിന്നെ നഷ്ടപ്പെട്ടു, പിന്നെ കിട്ടാതായി. കാരണം എന്താണ്, കേസ് മെറ്റയ്ക്കെതിരെയും യൂട്യൂബിനെതിരെയും നടത്തുന്ന ആൾക്കാർക്ക് പിന്നെ ഇതിനെ യൂട്യൂബും മെറ്റയും പൈസ കൊടുക്കേണ്ടതായിരിക്കുന്നത്. അപ്പോൾ അതോടുകൂടി ഈ പറയുന്ന സിസ്റ്റം തകരും എന്നും മനസ്സിലാക്കിയും കൂടെ പ്രവർത്തിക്കുന്നതാണ്. അപ്പം കാഞ്ഞ ബുദ്ധിയുണ്ട് ഇതിൻ്റെ പുറത്ത്. ആ കാഞ്ഞ ബുദ്ധിയാണ് റിപ്പോർട്ടർ TV പൊളിച്ചടുക്കിയത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.
ഒരു ഇടവേള കൂടി വേണം. ഇടവേളയ്ക്ക് ശേഷം കാർഡുകൾ പിൻവലിച്ചത് സാങ്കേതിക പിഴവല്ല, പകരം ലോക്കൽ ലീഗൽ റിക്വയർമെന്റിന്റെ ഭാഗമായിട്ടാണ് എന്ന് ഇന്ന് മെറ്റ സ്ഥിരീകരിച്ചിരിക്കുന്നു. വേട്ട തന്നെയാണോ എന്നതാണ് ചോദ്യം. പി ആർ സുനിൽ വേട്ടയ്ക്കിറങ്ങുകയായിരുന്നില്ലേ അവർ? ഉറപ്പായും തെരഞ്ഞു പിടിച്ചുള്ള വേട്ട തന്നെയായിരുന്നു ഇത്. തീർച്ചയായും ഒരു അസാധാരണ സാഹചര്യം എന്ന് മാത്രമല്ല, ഏറ്റവും അപകടകരമായ സാഹചര്യം എന്ന് തന്നെ ഈ ഒരു നീക്കത്തെ നമ്മൾ വിലയിരുത്തേണ്ടി വരും. നേരത്തെ ഡോക്ടർ അരുൺകുമാർ ഈ മെറ്റ നൽകിയിട്ടുള്ള കത്ത് സംബന്ധിച്ച് വളരെ വിശദമായി തന്നെ പറഞ്ഞു. പക്ഷേ ആ കത്ത് മെറ്റ അയക്കുന്നത് ഏത് ചോദ്യത്തിനുള്ള മറുപടിയാണ് എന്ന് ഞാൻ പറഞ്ഞു തുടങ്ങാം. ഹാസ് മെറ്റ സ്പെസിഫിക്കലി വെരിഫൈഡ് ദാറ്റ് എ വാലിഡ് ലീഗൽ ഓർഡർ ഓർ ഗവൺമെൻറ് ഡയറക്റ്റീവ് വാസ് റിസീവ്ഡ് ഫോർ ദിസ് പെർട്ടിക്കുലർ പോസ്റ്റ് എന്ന് രണ്ടാമത്തെ ചോദ്യമായി നമ്മൾ ഇവിടെ നിന്ന് മെറ്റയ്ക്ക് കൊടുത്തിട്ടുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിനുള്ള മറുപടിയിലാണ് മെറ്റ പറയുന്നത് we can confirm that the takedown was executed in compliance with local legal requirement എന്ന് പറയുന്നത്. അതായത് സർക്കാരിൽ നിന്നോ അതിന് തുല്യമായതോ ആയ ഏതെങ്കിലും ലീഗൽ റിക്വസ്റ്റ് മെറ്റ ഈ ന്യൂസ് കണ്ടന്റുകൾ നീക്കം ചെയ്യാനായി മെറ്റയ്ക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് വളരെ കൃത്യമായി ലോക്കൽ ലീഗൽ റിക്വസ്റ്റ് കിട്ടിയെന്ന് മെറ്റ പറയുമ്പോൾ കൃത്യമായി തന്നെ ഒരു സർക്കാർ സംവിധാനത്തിൽ റിക്വസ്റ്റ് മെറ്റയിലേക്ക് പോയി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അപ്പോൾ ഇവിടെ ഉയരുന്ന ചോദ്യം, ആരാണ് ഈ റിക്വസ്റ്റ് നൽകിയത്? സർക്കാരിൽ നിന്ന് റിക്വസ്റ്റ് നൽകിയെന്ന് പറയുമ്പോൾ ലോക്കൽ ലീഗൽ റിക്വസ്റ്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നേരത്തെ ഡോക്ടർ അരുൺകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ അത് കേന്ദ്ര സർക്കാരാകാം, അതല്ല എങ്കിൽ സംസ്ഥാന സർക്കാരാകാം, അതല്ല എങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ പോലീസാകാം, അതല്ല എങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ പോലീസാകാം. ഏതായാലും മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെയുള്ള പോസ്റ്റുകൾ നീക്കം ചെയ്യണം എന്ന് നരേന്ദ്രമോദിയുടെ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടാനുള്ള സാധ്യത ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ട് എങ്കിൽ അതൊരു മഹാസംഭവമാണ്. അതായത് മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ കേരളത്തിൽ മാധ്യമങ്ങൾ നൽകുന്ന വാർത്ത സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് എടുത്തു മാറ്റാൻ, സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കീഴിലുള്ള പോലീസിന് പ്രത്യേക താല്പര്യമുണ്ടെങ്കിൽ അത് വലിയ സംഭവമാണ്. അതാണ് വലിയ വാർത്ത. അപ്പോൾ അങ്ങനെയുണ്ടോ എന്ന് വ്യക്തമാക്കേണ്ട വലിയ ബാധ്യത ഇപ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശനുണ്ട്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ വാർത്താ സമ്മേളനം നടന്നല്ലോ. നിങ്ങൾ എന്താണ് പറയുന്നത്? ഞാൻ ആവശ്യപ്പെട്ടാൽ മെറ്റ വാർത്തകൾ നീക്കം ചെയ്യും എന്ന്. ഇത് കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. ഞാൻ പൊട്ടിച്ചിരിച്ചുപോയി എന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ മാധ്യമങ്ങൾ മെറ്റയ്ക്ക് ഒരു കത്തയക്കൂ, സർക്കാർ നിങ്ങൾക്കൊപ്പം നിൽക്കാം. യഥാർത്ഥത്തിൽ കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളെ, അതായത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന മുഴുവൻ മാധ്യമങ്ങളെ അധിക്ഷേപിക്കുകയാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ചെയ്തത്. അപ്പോൾ ഇവിടെ വളരെ ക്ലിയറായി തന്നെ മെറ്റ വെളിപ്പെടുത്തുകയാണ് ഇതൊരു ലോക്കൽ ലീഗൽ റിക്വസ്റ്റ് വന്നു എന്നുള്ളത്. നോക്കൂ, ഇവിടെ അടിയന്തരാവസ്ഥക്കാലത്തെയാണ്. നമ്മൾ നേരത്തെ നമ്മുടെ ഈ വാർത്തയോട് പ്രതികരിച്ചിട്ടുള്ള ദേശീയ രംഗത്ത് മാധ്യമപ്രവർത്തനം നടത്തുന്ന മുതിർന്ന മാധ്യമപ്രവർത്തകർ, വെങ്കടേഷ് രാമകൃഷ്ണനെ പോലുള്ള, NP ഉല്ലേഖിനെ പോലുള്ള, ജേർണലിസ്റ്റ് യൂണിയൻ്റെ ദേശീയ തലത്തിലെ നേതാവായ AM ജിഗീഷിനെ പോലുള്ള, അതുപോലെ തന്നെ മറ്റ് വളരെ പ്രധാനപ്പെട്ട മുതിർന്ന മാധ്യമപ്രവർത്തകരൊക്കെ തന്നെ പ്രതികരിച്ചത് ഇത് അടിയന്തരാവസ്ഥയ്ക്ക് തുല്യമായ സാഹചര്യം എന്നതാണ്. അടിയന്തരാവസ്ഥയ്ക്ക് എങ്ങനെയാണോ മാധ്യമങ്ങളെ സെൻസർ ചെയ്തത്, അതിന് തുല്യമായ രീതിയിലുള്ള ഒരു നീക്കം ഇവിടെ നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാലോ, അടിയന്തരാവസ്ഥ കാലത്ത് മാധ്യമങ്ങളെ 3 തട്ടുകളായി തിരിച്ചിരുന്നു. അതായത് സർക്കാരിൻ്റെ സുഹൃത്ത് മാധ്യമങ്ങൾ, അതല്ല എങ്കിൽ ഈ ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്ന മാധ്യമങ്ങൾ, അതല്ലെങ്കിൽ മൂന്നാമത്തെ തട്ടിൽ ഏറ്റവും അപകടകാരികളായ മാധ്യമങ്ങൾ. ഏതാണ്ട് ആ ക്രൈറ്റീരിയയിലാണ് നമ്മളെ ഇപ്പോൾ ആരൊക്കെയോ കാണുന്നത് എന്ന നിലയിൽ നമ്മൾ സംശയിക്കേണ്ടി വരും. നോക്കൂ, ഡൽഹിയിൽ CJP സമരം നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ മുതൽ അദ്ദേഹം പ്രധാനമന്ത്രിയാവുന്നത് വരെ അദ്ദേഹം വലിയ മാധ്യമ ആക്രമണങ്ങൾ നേരിട്ടുകൊണ്ട് വന്നിട്ടുള്ള നേതാവാണ്. നരേന്ദ്രമോദിക്കെതിരെയായിരിക്കും ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മീഡിയ സ്കാനിങ് നടന്നിട്ടുണ്ടാവുക. ഗുജറാത്ത് കലാപം മുതൽ അതിനുശേഷം നരേന്ദ്രമോദി സംശയത്തിൻ്റെ നിഴലിലായിരുന്നു. അന്നൊക്കെ തന്നെ വലിയ ആക്രമണങ്ങൾ നരേന്ദ്രമോദിക്കെതിരെ ഉണ്ടായിരുന്നു. അന്നൊന്നും മോദി ഇത്തരം മീഡിയകളെ നിരോധിക്കണമെന്നോ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നോ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ അടുത്ത കാലത്ത് CJP സമരത്തിന് പിന്നാലെ, CJP സമരത്തിൻ്റെ ഭാഗമായി യുവാക്കൾ കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ സമരം നടത്തിയപ്പോൾ, വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് രാജിവെക്കേണ്ടി വന്നപ്പോൾ, അതിന് പിന്നാലെ ആരോപണങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരെ നീണ്ടപ്പോൾ, അവിടെ ഡൽഹി പോലീസ് അതിക്രൂരമായി വിദ്യാർത്ഥികളെ ആക്രമിച്ചപ്പോൾ അവിടെ ചില നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ
തുടങ്ങി എന്നുള്ളതാണ്. ആ നീക്കങ്ങൾ എന്നത് വിദ്യാർത്ഥികളെ പോലീസ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് ഒഴിവാക്കുക, അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനമുയരുന്ന സോഷ്യൽ മീഡിയ കണ്ടന്റുകൾ ഒഴിവാക്കുക. അതിനായി നല്ല പണിയെടുത്തു കേന്ദ്ര സർക്കാർ. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം നല്ല പണിയെടുത്തു. ആ പണി തുടരുകയാണ്. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ, നമ്മൾ യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും നമ്മൾ ഇൻസ്റ്റാഗ്രാമിലായാലും ഡൽഹിയിൽ നടന്നിട്ടുള്ള അക്രമങ്ങൾ സെർച്ച് ചെയ്താൽ വളരെ പ്രയാസമാണ് അത്തരം വീഡിയോകൾ കിട്ടാൻ. അതായത് പോലീസ് അതിക്രമത്തെക്കുറിച്ചുള്ള വീഡിയോകൾ ചോദിച്ചാൽ നമുക്ക് കിട്ടുക പോലീസിന് തല്ലുകൊണ്ടു അല്ലെങ്കിൽ പോലീസുകാരുടെ ദേഹത്ത് ചോരയൊലിച്ച് നിൽക്കുന്ന ദൃശ്യങ്ങൾ. ആ നിലയിൽ വലിയ മാറ്റം, വലിയ ട്വിസ്റ്റിംഗ് അത് നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന വീഡിയോകളുടെ റീച്ച് കുറയ്ക്കാനുള്ള നീക്കങ്ങൾ വരെ ഇപ്പോൾ നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോഴാണ് നമ്മൾ കേരളത്തിലെ സാഹചര്യം കാണേണ്ടത്. കേരളത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനെ വിമർശിച്ച 21 ന്യൂസ് കണ്ടന്റുകളാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ ഡിലീറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ന്യൂസ് മലയാളത്തിൻ്റെ, കൈരളി TV-യുടെ, അതുപോലെ തന്നെ ദേശാഭിമാനി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളുടെ ഒക്കെ തന്നെ. അപ്പോൾ സർക്കാരിനെ വിമർശിക്കുന്ന മാധ്യമങ്ങൾ ഏതൊക്കെയാണ് എന്നത് തെരഞ്ഞു പിടിച്ചുകൊണ്ട് ആ മാധ്യമങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുന്ന ന്യൂസ് കണ്ടന്റുകൾ തെരഞ്ഞു പിടിച്ച് നീക്കം ചെയ്യുക. വളരെ കൃത്യമായി മെറ്റയുടെ മറുപടിയിൽ അത് വ്യക്തമാണ്. സർക്കാർ തലത്തിൽ നിന്നുള്ള ലീഗൽ റിക്വസ്റ്റ് പോയിട്ടുണ്ട്. ആ റിക്വസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നീക്കം ചെയ്തത്. മറുപടി പറഞ്ഞേ മതിയാകൂ. ഒരു കോട്ട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ജവഹർലാൽ നെഹ്റു, അതായത് മുഖ്യമന്ത്രി വി ഡി സതീശൻ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് നടത്തിയ ആദ്യ വാർത്താ സമ്മേളനത്തിന് ശേഷം അല്ലെങ്കിൽ അതിന് മുൻപ് നടത്തിയ പല വാർത്താ സമ്മേളനങ്ങളിൽ പറഞ്ഞു, ഞാൻ ലെഫ്റ്റാണ്, നെഹ്റൂവിയൻ ലെഫ്റ്റാണ്. ജവഹർലാൽ നെഹ്റു പറഞ്ഞത് എന്താണ്? ഒരു മാധ്യമം, ആ മാധ്യമത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടായിരിക്കണം. ഒരുപക്ഷെ ആ സ്വാതന്ത്ര്യം ലംഘിച്ച് ആ മാധ്യമം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാധ്യമം സഞ്ചരിച്ചാൽ പോലും ആ മാധ്യമത്തിന് സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാനുള്ള അവസരമുണ്ടാകണം. മാധ്യമ സ്വാതന്ത്ര്യം നിലനിൽക്കണം. മാധ്യമ സ്വാതന്ത്ര്യമാണ് ജനാധിപത്യത്തിൻ്റെ നട്ടെല്ല്, ജനാധിപത്യത്തിൻ്റെ അടിക്കല്ല്, ആണിക്കല്ല്, അടിത്തറ എന്ന് ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുണ്ട്. അതായത് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞ ലെഫ്റ്റിസ്റ്റ് നെഹ്റു പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ ആ ലെഫ്റ്റിസ്റ്റ് എന്ന് അവകാശപ്പെടുന്ന ശ്രീ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇതിനൊക്കെ മറുപടി പറയണം. ഞാൻ ഒന്നിനുമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ ഈ വിഷയത്തിലെ ടേക്ക് എന്ന് പറയുന്നത്. സുപ്രീം കോടതിയാകട്ടെ, പല ഭരണഘടനാ കോടതികൾ, മറ്റ് അപ്പീൽ കോടതികളായിക്കോട്ടെ, എല്ലാ കാലത്തും പറഞ്ഞിട്ടുണ്ട്. 1950 മുതൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, മാധ്യമങ്ങൾ ശക്തമായി നിലനിൽക്കണം, അഭിപ്രായ സ്വാതന്ത്ര്യം ശക്തമായി നിലനിൽക്കണം. അതിനെ അസഹിഷ്ണുതയോടെയല്ല കാണേണ്ടത്, അതിനെ സ്വീകരിക്കാനും വിമർശനങ്ങൾ ഉൾക്കൊള്ളാനും, വിമർശനങ്ങൾ ഉൾക്കൊണ്ട് ജനാധിപത്യത്തിലെ തിരുത്തലുകൾ വരുത്തി മുന്നോട്ട് പോകാനും ഭരണ സംവിധാനങ്ങൾ തയ്യാറാകണമെന്ന് കോടതികൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് അങ്ങനെയല്ല. അതുകൊണ്ട് വലിയ ജാഗ്രതയുടെ കാലമാണ് കടന്നു പോകുന്നത് എന്നതാണ് എൻ്റെ വേട്ട തന്നെയോ ലക്ഷ്യം എന്നാണ് ചോദ്യം. മധു? തീർച്ചയായും അങ്ങനെ തന്നെയായിരുന്നു. ആ വേട്ട വാർത്തകളോടാണ്, വരുംകാല മാധ്യമ ചരിത്രത്തോടു കൂടിയാണ് എന്നതാണ് ഏറ്റവും പ്രധാനം. 300 വാർത്താ കാർഡുകൾ ഒരു ദിവസം പബ്ലിഷ് ചെയ്യുന്ന സ്ഥാപനമാണ് നമ്മുടേത്. അതിലാണ് 24 മണിക്കൂറിനിടയിൽ 14 കാർഡുകൾ കാണാതെ പോകുന്നത്. അത് കൃത്യമായ ഇടപെടലിലൂടെയാണ് എന്ന് മനസ്സിലാകുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ, നേരത്തെ അനുസാർ പറഞ്ഞ ഒരു പാറ്റേൺ പ്രകടമായി വരികയാണ് എന്നതാണ്. അതിൽ നമുക്ക് ആദ്യത്തെ കിട്ടുന്ന മറുപടി എന്ന് പറയുന്നത് ഇത് ഒരു ലീഗൽ റിക്വയർമെൻറ്റിൻ്റെ പേരിലാണ് എന്നതാണ്. പക്ഷെ നമുക്കത് പര്യാപ്തമായിരുന്നില്ല. കാരണം അതിന് പിന്നാലെ മറ്റു മാധ്യമങ്ങളിലടക്കം വാർത്ത വരികയാണ് അതങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്, അത് AI അപ്ഡേഷനുമായി ബന്ധപ്പെട്ട ഒരു സാങ്കേതിക പ്രശ്നമാണ് എന്നത്. എന്നിട്ട് അതിൽ വരുന്ന വാർത്തകൾ എങ്ങനെയായിരുന്നു എന്നതറിയാമോ? ആ വാർത്തകളുടെ അതിനെതിരെ വന്നിരിക്കുന്ന വാർത്തകൾ എന്ന് പറയുന്നതിൽ ഒന്നത് ആരും പറഞ്ഞിട്ടല്ല, സംഭവിച്ചത് സാങ്കേതിക പിഴവ്. വാർത്താമാധ്യമങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ നീക്കം ചെയ്ത വിവാദത്തിൽ വിശദീകരണവുമായി മെറ്റ. എന്നിട്ട് ഈ മെറ്റയുടെ ഉടമസ്ഥൻ്റെ അടക്കം ഫോട്ടോ കൊടുക്കുക. മെറ്റ നേരിട്ട് വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞു എന്ന നിലയ്ക്കാണ് ഇത് കൊടുക്കുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കാൻ ഒരു ഡോക്യുമെന്റും ഉണ്ടായിരുന്നില്ല എന്നതാണ്. സോഷ്യൽ മീഡിയ കണ്ടന്റ് നീക്കം ചെയ്തതിൽ മെറ്റ വിശദീകരണം നൽകി. മെറ്റ തന്നെയാണ് കണ്ടന്റുകൾ നീക്കം ചെയ്തത്. പിന്നെ മെറ്റയുടെ കണ്ടന്റ് മെറ്റ അല്ലാതെ വേറെ ആരെങ്കിലും ഒന്ന് നീക്കം ചെയ്യുമോ? ആരുടെയും നിർദ്ദേശപ്രകാരമല്ലെന്ന് മെറ്റയുടെ വിശദീകരണം. AI അപ്ഡേഷന്റെ ഭാഗമായി സംഭവിച്ച പിഴവാണ് ഇത് എന്നതാണ് ഇന്ന് മെറ്റ നമുക്ക് നൽകിയിരിക്കുന്ന വിശദീകരണത്തിൽ പറയുന്നത്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാൻ ഒരു സാഹചര്യം ഉണ്ടാകും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് വി റെസ്ട്രിക്റ്റഡ് ആക്സസ് ടു ദിസ് കണ്ടന്റ് ത്രൂ ആൻ ഓട്ടോമേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞതിനെയാണ്
ഈ അപ്ഡേഷനുമായി ബന്ധപ്പെട്ട് സംഭവിച്ച പിഴവാണിതെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നതാണ്. അപ്പോൾ ശരിയാണ്, ഇതിൽ ഒരു ഓട്ടോമേറ്റഡ് സംവിധാനം ഉപയോഗിച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? നരേന്ദ്രമോദിയുടെ ഫോട്ടോയുണ്ടോ? അമിത്ഷായുടെ ഫോട്ടോയുണ്ടോ? മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ഫോട്ടോയുണ്ടോ? ഇന്ന് നമ്മുടെ മുന്നിൽ വന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ ഫോട്ടോയുണ്ടോ? ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും പ്രധാനപ്പെട്ട നേതാക്കളെയും ബാധിക്കുന്ന വാർത്തകൾ, ചിത്രങ്ങൾ അത് പരിശോധിക്കുക, അതിൽ വേണ്ടാത്തത് പിൻവലിക്കുക എന്ന ഓട്ടോമേറ്റഡ് സംവിധാനം ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്. അതായത് നേരത്തെ സുനിൽ സാർ പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ അത് അതിനേക്കാൾ വലിയ വാർത്തയാണ് എന്ന് പറയാനുള്ള കാരണം അവിടെ നിന്നാണ് ഉണ്ടാകുന്നത്. ഇനി പിഴവ് പരിഹരിച്ചെന്ന് മെറ്റ കേരള പോലീസ് സൈബർ വിഭാഗത്തെ അറിയിച്ചു. സൈബർ പോലീസ് ഇതൊരു വാർത്താക്കുറിപ്പായിട്ട് പുറത്തിറക്കിയിട്ടുണ്ടോ? ഇല്ല. ഇവിടെ നിന്ന് വിളിച്ചു ചോദിച്ച മാധ്യമങ്ങളോട് സൈബർ പോലീസ് പറഞ്ഞു എന്നാണ് പറയുന്നത്. അതിൻ്റെ സോഴ്സ് എങ്ങനെയാണ് ഇത്രയധികം മാധ്യമങ്ങൾക്ക് വരുന്നത്? ഒരേ സോഴ്സ് ആയിരിക്കണമല്ലോ. ആ സോഴ്സ് എങ്ങനെയാണ് ഇത്രയധികം മാധ്യമങ്ങൾക്ക് വരുന്നത് എന്നത്. ഇനി ആ ലീഗൽ റിക്വസ്റ്റ്, ആ ദുരൂഹമായ ലീഗൽ റിക്വസ്റ്റ് എവിടെ നിന്ന് വന്നു? കേന്ദ്രത്തിൽ നിന്ന് വന്നോ സംസ്ഥാനത്തിൽ നിന്ന് വന്നോ? ഈ രണ്ട് അധികാര കേന്ദ്രങ്ങളാണല്ലോ ഇതിലുള്ളത്. അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് വന്നു എങ്കിൽ എന്താണ് വി ഡി സതീശനും കേരളത്തിലെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കേന്ദ്ര താല്പര്യം? ഇനി സംസ്ഥാനത്തു നിന്നാണ് പോയത് എങ്കിൽ എന്താണ് അമിത്ഷായും നരേന്ദ്രമോദിയും അടക്കമുള്ള രാജീവ് ചന്ദ്രശേഖറും അടക്കമുള്ള ഇന്നലത്തെ പി സി ജോർജിന്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട ഇന്നലത്തെ ഡിബേറ്റിന്റെ കാർഡ്, മിനിങ്ങാന്ന് ഈ കാർഡും പിൻവലിക്കുമോ എന്ന ചോദ്യവുമായി ബന്ധപ്പെട്ട നമ്മുടെ വാർത്താ കാർഡുകളുമായി ബന്ധപ്പെട്ട കാർഡ്, ഈ കാർഡുകളൊക്കെ വലിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇതിനിടയിലുള്ള താല്പര്യം എന്നതുമുണ്ട്. ആ കാർഡുകളോ, ആ വിഴിഞ്ഞത്ത് നഷ്ടപ്പെട്ട തൊഴിലാളി ജോണിന്റെ മകൾ ജിജിയുടെ പ്രതികരണം, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം, വിനോയ് വിശ്വത്തിന്റെ പ്രതികരണം, MDMA കേസുമായി ബന്ധപ്പെട്ട കാര്യം, ഈ കാർഡും നീക്കുമോ എന്ന് ചോദിച്ച എൻ്റെ ചർച്ചയുടേത്, പിറ്റേ ദിവസം രാവിലത്തെ ഡോക്ടർ അരുൺകുമാറിന്റെ ചർച്ചയുടേത്. ഇത്രയും കാർഡുകളൊക്കെയാണ് നീക്കം ചെയ്തത്. മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിച്ചിട്ട് പറയുന്നത് ഇത് ഇന്ത്യ മുഴുവൻ നടക്കുന്നു. ആണ് സർ, ഇത് ഇന്ത്യ മുഴുവൻ നടക്കുന്നു. ഇന്ത്യ മുഴുവനും സോഷ്യൽ മീഡിയയെ റെസ്ട്രിക്ട് ചെയ്യാനുള്ള ശ്രമം ഉണ്ടായിരിക്കുന്നു. മെറ്റയെ വിളിച്ചു വരുത്തി CJP പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ട, എന്നിട്ട് അതിന്റെ അൽഗോരിതം ചേഞ്ച് ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ നൽകി എന്നതടക്കമുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇന്ത്യ മുഴുവൻ നടക്കുന്നുണ്ട്. ഇന്ത്യ മുഴുവൻ നടക്കുന്ന ഈ സമൂഹ മാധ്യമ നിയന്ത്രണം കേരളത്തിലും നടക്കുന്നുണ്ടോ എന്നതാണ് നമ്മുടെ ചോദ്യം. ഇനി ഈ റിപ്പോർട്ടറിന്റെ, ന്യൂസ് മലയാളത്തിന്റെ, കൈരളി TVയുടെ ഇപ്പൊ തൊട്ടുമുമ്പ് ന്യൂസ് മലയാളം അവരും മെറ്റയുമായി ആശയവിനിമയം നടത്തിയപ്പോൾ അത് ഈ ലീഗൽ റിക്വയർമെന്റ് ആണ് എന്ന വിവരം അവർക്കും ലഭിച്ചിട്ടുണ്ട്. അവരും വാർത്തയായി നൽകുന്നുണ്ട്. ഏത് AI അപ്ഡേഷൻ ഫെയിലിയർ ആണ് 3 സ്ഥാപനങ്ങളുടെ വാർത്തകൾക്ക് മാത്രമായി ബാധകമാവുക? ഏത് AI അപ്ഡേഷൻ ഫെയിലിയർ ആണ് ചില വ്യക്തികളുടെ ചിത്രങ്ങൾ മാത്രമുള്ള കാർഡുകൾക്ക് സംഭവിക്കുക? അപ്പോൾ അങ്ങനെ നമ്മളോട് എന്തെങ്കിലും പ്രത്യേക സ്നേഹമോ വിരോധമോ മെറ്റയ്ക്കുണ്ടാകുമോ? ഇതെന്താ, നമ്മൾ എന്തെങ്കിലും അവർക്ക് വേണ്ടതുള്ളത് നിർത്തിവെക്കുകയോ അവർക്ക് വേണ്ടാത്തത് കൊടുക്കുകയോ ചെയ്തിട്ടുണ്ട്? അപ്പോൾ 3 സ്ഥാപനങ്ങളുടെ മാത്രമായിട്ടുള്ള വാർത്താ കാർഡുകളിലേക്ക് മാത്രം ബാധകമാകുന്ന ഒരു അപ്ഡേഷൻ പിഴവ് ആർക്കും മെറ്റയ്ക്ക്, ലോകമെമ്പാടും വലിയ സംവിധാനമുള്ള മെറ്റയ്ക്ക്, ഈ ഇട്ടാവട്ടം കേരളത്തിലെ 3 മാധ്യമ സ്ഥാപനങ്ങളുടെ വാർത്താ കാർഡുകളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അപ്ഡേഷൻ പിഴവ് എന്നൊക്കെ പറഞ്ഞാൽ അവരെ പരിഹസിക്കുന്നത് തുല്യമാണ്. ഇന്ത്യയിൽ മാത്രം മലയാളത്തിലെ 3 മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട കാർഡുകൾ എന്നതാണ്. ഇനി ഈ സാങ്കേതിക പിഴവ് എന്ന വാർത്ത എന്ന വിശദീകരണം നൽകുന്ന താല്പര്യം ആരുടേതാണ് എന്നതാണ്. അതായത് ഇവിടുന്ന് ആരും ഒന്നും പറഞ്ഞിട്ടില്ല, ആരും ഒരു ഇടപെടലും നടത്തിയിട്ടില്ല, അതൊരു സാങ്കേതിക പിഴവാണ് എന്ന് വരുത്തി തീർക്കേണ്ട താല്പര്യം ആരുടേതാണ്? ഈ നിർദ്ദേശം നൽകിയ ഏജൻസി, അതായത് സർക്കാർ സംവിധാനങ്ങളുടെ, സർക്കാർ എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴും സർക്കാർ എന്ന് പറയുന്ന ഈ ലോക്കൽ ലീഗൽ റിക്വയർമെന്റ് കൊടുക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ, അത് സ്വാഭാവികമായും ഒന്നെങ്കിൽ കേരള സർക്കാരിന് കീഴിലുള്ളത് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ളത്. ഈ താല്പര്യം കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഈ സാങ്കേതിക പിഴവാണെന്ന് വിശദീകരണം നൽകേണ്ട താല്പര്യം ആരുടേതാണ്? ആരുടെ സോഴ്സാണ് ഇത് മെറ്റയുടേത് മാത്രമായ സാങ്കേതിക പ്രശ്നമാണെന്ന് നിരവധി മാധ്യമങ്ങളിൽ വാർത്ത വന്നത്? ഈ 3 വാർത്താ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട സാങ്കേതിക പിഴവാണ് എന്ന് പറയുമ്പോൾ അതിലൊരു മിനിമം സംശയം ഉണ്ടാകാൻ കഴിയുന്ന ബുദ്ധി, അല്ലെങ്കിൽ ഒരു സംശയം ഈ പറയുന്ന മാധ്യമപ്രവർത്തകർക്ക് ഉണ്ടായില്ലേ എന്നുള്ളത് ഏത് കുട്ടിക്കും ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. മെറ്റ പോലൊരു വലിയ സ്ഥാപനത്തിന്റെ സാങ്കേതിക പിഴവ് ഉണ്ടാകുന്നത് അവരുടെ ഈ 3 വാർത്താമാധ്യമ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഉണ്ടാവുക എന്ന് എന്നൊരു സ്വാഭാവിക സംശയം തോന്നാതിരിക്കാൻ കഴിയുന്ന എന്ത് നിഷ്കളങ്കതയാണ് അവകാശപ്പെടാൻ കഴിയുന്നത്? മറ്റൊരു കാർഡ്, മുഖ്യമന്ത്രിയെ വിമർശിച്ച പോസ്റ്റുകൾ നീക്കം ചെയ്ത സംഭവം. തെറ്റുപറ്റിയത് മെറ്റയ്ക്ക്. ആരുടെയെങ്കിലും പെടലി കൊണ്ടുവച്ചാൽ മതി. തെറ്റുപറ്റിയത് മെറ്റയ്ക്ക്.
സൈബർ പോലീസിനോട് വിശദീകരിച്ച് മെറ്റ റിമൂവ് ചെയ്ത പോസ്റ്റുകൾ പുനഃസ്ഥാപിച്ചു. റിമൂവ് ചെയ്ത പോസ്റ്റുകൾ പുനഃസ്ഥാപിച്ചത് നമ്മുടെ പരാതിയിലാണ്, നമ്മുടെ കാർഡുകൾ വീണ്ടെടുത്തത്. എങ്ങനെയാണ് സൈബർ പോലീസിന്റെ പരാതിയിലാണ് എന്ന് സൂചിപ്പിക്കും തരത്തിൽ, അതായത് അപ്പോൾ സർക്കാർ സംവിധാനം ഇത് അന്വേഷിച്ചു, സർക്കാരിന് കൃത്യമായ വിവരം കിട്ടിയിരിക്കുന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ മെറ്റ ഇത് പുനഃസ്ഥാപിച്ചിരിക്കുന്നു എന്ന് ദ്യോതിപ്പിക്കുന്ന പോസ്റ്റുകൾ അടക്കം വെള്ളയടിച്ച് പങ്കുവെക്കാൻ ഉണ്ടാകുന്ന രാഷ്ട്രീയ താല്പര്യം എന്താണ്? ചില മാധ്യമങ്ങൾക്ക് മാത്രം കൊടുക്കുകയാണ് കേട്ടോ. അതായത് ഈ കാർഡുകൾ വലിച്ച 3 സ്ഥാപനങ്ങൾക്കാണ്, മറ്റ് മിക്കവാറും എല്ലാ സ്ഥാപനങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് എന്നതാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, സർക്കാർ സംവിധാനങ്ങൾ അതാരുമാകട്ടെ, വാർത്തകൾക്ക് മുകളിലും വാർത്താ മാധ്യമ സ്ഥാപനങ്ങൾക്ക് മുകളിലും അധികാരം സ്ഥാപിക്കുന്നതിനെ നോക്കിക്കൊണ്ട് നിൽക്കാൻ കഴിയുന്ന നിഷ്കളങ്കത ദയവ് ചെയ്ത് നിങ്ങൾ കാണിക്കരുത്. അത് നാളെ അതായത് ഏതു മാധ്യമ സ്ഥാപനം, ഒരു ഓൺലൈൻ മാധ്യമ സ്ഥാപനമാകട്ടെ, എല്ലാ കാലത്തും എല്ലാ വാർത്തയുമായും ബന്ധപ്പെട്ടും ഏതെങ്കിലും ഒരു സർക്കാർ സംവിധാനത്തിന് കെട്ടുപെട്ട് നിൽക്കുമെന്ന് മാത്രം വിചാരിക്കാൻ കഴിയില്ല. നാളെ ഈ സംവിധാനങ്ങൾ ആർക്കെതിരെയും വാളോങ്ങി നിൽക്കാൻ കഴിയുന്നതാണ്. അവർക്ക് വളക്കൂർ ഉണ്ടാക്കി കൊടുക്കരുത് എന്നതൊരു അഭ്യർത്ഥനയാണ്. ഒന്നുമല്ലെങ്കിലും ഈ പറയുന്ന വാർത്തയും വാർത്താ ബുദ്ധിയുള്ള മനുഷ്യരും അതിജീവിക്കുന്ന കാലത്തോളം സർക്കാർ സംവിധാനങ്ങളുടെ അമിതാധികാര പ്രയോഗം വാർത്തകൾക്ക് മുകളിൽ ഉണ്ടാകരുത് എന്ന നിർബന്ധ ബുദ്ധിയെങ്കിലും മിനിമം ഉണ്ടാവേണ്ടത് നല്ലതാണ്. അതിനപ്പുറത്ത് അതിനോട് കണ്ണടച്ച് നിൽക്കുന്നത് അവനവന്റെ ഭാവിയുടെ നേർക്കുള്ള കണ്ണടപ്പായിരിക്കും. വേട്ട തന്നെയാണോ എന്നുള്ളതാണ് ചോദ്യം. ഒരുപാട് വേട്ടകളെ അതിജീവിച്ചാണ് നാം ഇന്നിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത് എന്നത് പ്രേക്ഷകർക്ക് തന്നെ അറിയാമല്ലോ. ചരിത്രത്തെ വിസ്മരിച്ചു പോകരുത്. എങ്ങനെയാണ് വെർണാക്കുലർ പ്രസ് ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം ലോർഡ് ലിറ്റൺ പ്രഭു നമ്മളിൽ അടിച്ചേൽപ്പിച്ചത്? പ്രാദേശിക സ്വഭാവമുള്ള മാധ്യമങ്ങളെ വേട്ടയാടിയ കിരാത നിയമമായിരുന്നു അത്. അതിനെ അതിജീവിച്ചാണ് പിന്നീട് നമ്മൾ ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് എന്ന് പറയുന്ന മറ്റൊരു കിരാത നിയമത്തെ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ അഭിമുഖീകരിച്ചത്. അന്നും ബ്രിട്ടീഷ് സർക്കാർ കൊണ്ടുവന്ന ആ കിരാത നിയമങ്ങളെ, അത് ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് ആണെങ്കിലും 124A സെഡീഷനുമായി ബന്ധപ്പെട്ട രാജ്യദ്രോഹ നിയമങ്ങളാണെങ്കിലും അതെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് അന്ന് സ്വാതന്ത്ര്യ സമര പോരാളികളായ പത്രപ്രവർത്തകർ തന്നെ ഈ നാട്ടിൽ പത്രസ്വാതന്ത്ര്യം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് എഴുതി ചേർത്തത്. നോക്കൂ, ഒരു കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യ സമരം നടത്തിയിരുന്ന മുഴുവൻ സ്വാതന്ത്ര്യ സമര സേനാനികളും പത്രാധിപർമാർ കൂടിയായിരുന്ന കാലമായിരുന്നു. അന്ന് അവരെയൊക്കെ എങ്ങനെയാണോ അധികാര സ്ഥാനങ്ങളിൽ നിയമനിർമ്മാണം നടത്തി എങ്ങനെയാണോ വേട്ടയാടിയത്, അതേപോലെ IT ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ നമ്മുടെ രാജ്യത്ത് ഒരു അലിഖിതമായ ഒരു പ്രസ് സെൻസർഷിപ്പ് നിയമം കൊണ്ടുവന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളെല്ലാവരും മാധ്യമപ്രവർത്തകരാണ്. ഒരേ മാർക്കറ്റ് ഷെയറിന് വേണ്ടി ഒരുപക്ഷെ മാർക്കറ്റിൽ മത്സരിക്കുന്നുണ്ടാവും. പക്ഷേ നമ്മളുടെ പ്രവർത്തന മേഖല ഇപ്പോഴും 187-ാം സ്ഥാനത്ത് മാത്രം മാധ്യമ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ് എന്നുള്ളത് പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഞാനൊന്ന് വിനീതമായി ഓർമ്മിപ്പിക്കുന്നുവെന്ന് മാത്രം. കാരണം ഈ യഥാർത്ഥത്തിൽ ഈ മത്സരത്തിനിടയിൽ നഷ്ടപ്പെട്ടു പോയ നൈതികതയുടെ ഒരു ഭാഗം എന്ന് പറയുന്നത് വസ്തുതകൾ തമസ്കരിക്കുക മാത്രമല്ല, അധികാരത്തോട് ചേർന്ന് നിന്നുകൊണ്ട് സഹപ്രവർത്തകരുടെ സംഘത്തെ അധിക്ഷേപിക്കാനും അവരുടെ വാർത്തയെ തിരസ്കരിക്കാനും നിങ്ങൾ കാണിച്ച തിടുക്കമാണ് എന്നെ വേദനിപ്പിക്കുന്നത്. സർക്കാർ ഇത് ചെയ്യും. സർക്കാർ എല്ലാ കാലഘട്ടങ്ങളിലും സർക്കാർ അങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മൾ നെഹ്റുവിനെ കുറിച്ച് പറയും, ഡോണ്ട് സ്പേ മീ എന്ന് നെഹ്റു ശങ്കറിനോട് പറഞ്ഞിട്ടുണ്ട്. അതേ നെഹ്റു തന്നെയാണ് സ്വാതന്ത്ര്യം കിട്ടിക്കൊണ്ടുവന്ന ആദ്യത്തെ ഭേദഗതിയിൽ റീസണബിൾ റെസ്ട്രിക്ഷൻ എന്നുള്ളത് ഭരണഘടനയുടെ മൗലികാവകാശങ്ങളുടെ റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ചിൻ്റെ പ്രധാനപ്പെട്ട പരിമിതിയായി കൊണ്ടുവന്നതും പ്രേക്ഷകർ ഓർമ്മിക്കണം. അധികാര സ്ഥാനത്തിരിക്കുന്നവർക്ക് അങ്ങനെയാണ്. അവർക്ക് പക്ഷെ അതിന് മറ്റൊരു സാഹചര്യം കൂടിയുണ്ട്. കാരണം അന്ന് ഈ പറയുന്ന പാർട്ടീഷനൊക്കെ കഴിഞ്ഞ് അഭിപ്രായ പ്രകടനങ്ങൾ പലതരത്തിലുള്ള കലാപങ്ങൾക്ക് ഏത് സാഹചര്യമാണെങ്കിലും ആ റീസണബിൾ റെസ്ട്രിക്ഷൻസിന്റെ പുറത്താണ് പിന്നീട് പല നിയമങ്ങളും ഇന്ത്യയിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നതും പ്രസ് സെൻസർഷിപ്പിന് തുടക്കമാകുന്നതും. പിന്നീട് അതിനുശേഷം എന്ത് സംഭവിച്ചു? അടിയന്തരാവസ്ഥ കണ്ടു. ഇതേ ജവഹർലാൽ നെഹ്റുവിൻ്റെ മകൾ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കാലത്ത് മാധ്യമങ്ങളുടെ വായ് മൂടിക്കെട്ടുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം ഇങ്ങോട്ട് അടിയന്തരാവസ്ഥയുടെ ലാഞ്ചന പലപ്പോഴും ഉള്ളത് ഈ പരോക്ഷമായിട്ടുള്ള ആക്രമണങ്ങളിലാണ്. പ്രബീർ പുർക്കായസ്ത എന്ന് പറയുന്ന ഒരു മനുഷ്യനെ, ഒരു മാധ്യമപ്രവർത്തകനെ എങ്ങനെയാണ് ED റെയ്ഡ് ചെയ്തത് എന്നത് നമ്മൾ കണ്ടു. ന്യൂസ് ക്ലിക്കിൻ്റെ സ്ഥാപകൻ സുബൈദ്, ആൾട്ട് ന്യൂസിൻ്റെ സ്ഥാപകൻ, ഇങ്ങനെ നിരവധി പത്രപ്രവർത്തകരുടെ വീടുകളിൽ ED നടത്തിയ റെയ്ഡ് കണ്ടു. അപ്പോൾ നിയമത്തിലൂടെയും നിയമ സംവിധാനങ്ങൾ ഉപയോഗിച്ചും എങ്ങനെയാണ് മാധ്യമപ്രവർത്തകരെ വേട്ടയാടുന്നത് കണ്ട് ശീലിച്ച നമ്മളാണ്. അതും എന്നെ ഞെട്ടിച്ചു പോയത്, നമ്മളുടെ സംസ്ഥാനത്ത് തന്നെ നിരോധിക്കപ്പെട്ട മാധ്യമം സർക്കാരിൻ്റെ പിന്നീട് നമ്മളെല്ലാവരും എന്ന മാധ്യമത്തോടൊപ്പം ചേർന്ന് നിൽക്കുകയായിരുന്നു. പിന്നീട് പുനഃസംപ്രേഷണം തുടങ്ങിയതിന് ശേഷം അധികാര സ്ഥാപനത്തോട് ഒട്ടി നിൽക്കുന്ന കാഴ്ച നമ്മളെ ഞെട്ടിക്കുന്ന കാഴ്ചയാണ്.
പക്ഷെ അത് എന്തു തന്നെയാണെങ്കിലും അത് വളരെ മോശമായി പോയി, വളരെ വേദനാജനകമായി പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ. രണ്ട് കാര്യങ്ങളെ എനിക്ക് പറയാനുള്ളൂ. ഒന്ന്, വളരെ കൃത്യമായി മെറ്റ ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്. ഈ എന്തുകൊണ്ടാണ് നിങ്ങളുടെ വാർത്തകൾ ഞങ്ങൾ നീക്കിയത്? ആ വാർത്തകൾ നീക്കിയത് നിങ്ങളുടെ കുറ്റം കൊണ്ടോ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് പാലിക്കാഞ്ഞത് കൊണ്ടോ അല്ല, ആ വാർത്ത വാസ്തവമല്ലാതിരുന്നത് കൊണ്ടല്ല, പകരം ഒരു ലോക്കൽ റിക്വയർമെൻറ്റ് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്, ലോക്കൽ ലീഗൽ റിക്വയർമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നീക്കം ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കറിയേണ്ടത് ഈ ലോക്കൽ ലീഗൽ റിക്വയർമെൻറ്റ് ആരുടേതാണ് എന്നാണ്. ഞങ്ങളുടെ പ്രതിനിധി ഡിജിറ്റൽ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഷിഫീഖ് താമരശ്ശേരി ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അത് ഞാൻ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ആ ചോദ്യങ്ങൾ മുന്നോട്ട് വയ്ക്കാം. ആ ചോദ്യങ്ങളോടൊപ്പം എനിക്കൊരു ചോദ്യം കൂടിയുണ്ട്. ഒന്ന്, ചോദ്യം നമ്പർ 1, ദുരൂഹമായി നിൽക്കുന്ന ഈ ലീഗൽ റിക്വസ്റ്റ്, ഈ ലോക്കൽ ലീഗൽ റിക്വസ്റ്റ് ആരുടേതാണ്? മെറ്റയുടെ ചട്ടം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊരു ലോക്കൽ ലീഗൽ റിക്വസ്റ്റ്, ഒരു വാർത്ത നീക്കണമെന്നുള്ളത് വരണമെങ്കിൽ ഒരു റെഗുലേറ്ററിൻ്റെ അടുത്ത് നിന്ന് വരണം, ഒരു കോർട്ടിൽ നിന്ന് വരണം, അതല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വരണം, പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വരണം, അതല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട പബ്ലിക്കിൻ്റെ ഭാഗത്തു നിന്ന് വരണം എന്നുള്ളതാണ്. അങ്ങനെ കിട്ടുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർക്ക് ഈ വാർത്ത പിൻവലിക്കാൻ കഴിയുക. അങ്ങനെയാണെങ്കിൽ ഈ റിക്വയർമെൻറ്റ് ആരുടേതായിരുന്നു, ആരുടെ ഭാഗത്തുനിന്ന് വന്നതാണ് എന്നതാണ്. നമ്പർ 2, റിപ്പോർട്ടർ TV, ന്യൂസ് മലയാളം, കൈരളി എന്നീ മാധ്യമങ്ങൾക്ക് മാത്രം ടാർഗറ്റ് ആകുന്നതിന് പിന്നിലെ ചോയ്സ് ആരുടേതാണ്? ചില മാധ്യമങ്ങൾ എഴുതി വിട്ടത് ഇത് AI അപ്ഡേഷൻ്റെ ഭാഗമായി സംഭവിച്ച സോഫ്റ്റ്വെയർ പിഴവാണ് എന്നാണ്. ഈ 3 മാധ്യമങ്ങൾക്ക് മാത്രം എങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻസ് ബാധകമാകുക? അങ്ങനെയാണെങ്കിൽ ആ AIയുടെ അൽഗോരിതം നമ്മളെ ഭയപ്പെടുത്തുന്ന ഒന്നാണ്. രാജ്യത്ത് എന്തുകൊണ്ടാണ് ഈ 3 മാധ്യമങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നത്? കേരളത്തിൻ്റെ ഒരു പൊതുബോധം പ്രിയപ്പെട്ട പ്രേക്ഷകരെ തുറന്നു തന്നെ പറയാം. റിപ്പോർട്ടർ TV റീലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് കേരളത്തിലെ ദൃശ്യമാധ്യമത്തിൻ്റെ പരിസരം എന്തായിരുന്നു? സർക്കാരിന്, അന്ന് പിണറായി സർക്കാരിന് എതിരെ നിൽക്കുന്ന എല്ലാ മാധ്യമങ്ങളും പിണറായി സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന കൈരളിയും, റിപ്പോർട്ടർ TV വന്നതിനു ശേഷം വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ചിലതെങ്കിലും ഞങ്ങൾക്ക് ചില വസ്തുതകൾ ശേഖരിക്കുന്നതിൽ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. വേഗത്തിൽ ഓടുന്നതിനിടയിൽ സംഭവിച്ച പിഴവുകളാണ്. ആത്മാർത്ഥമായി ഞങ്ങളതിന് മാപ്പും ക്ഷമാപണവും ഒക്കെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതുവരെ കണ്ണടച്ചാക്ഷേപിച്ചിരുന്നു എന്നതിൽ നിന്ന് കണ്ണു തുറന്ന് വിമർശിക്കാൻ തയ്യാറാകണമെന്ന നിലപാട് ഞങ്ങൾ എടുത്തു. അതിൻ്റെ ഭാഗമായി ചിലർ ഞങ്ങളെ സർക്കാർ പക്ഷം നിൽക്കുന്നവരെന്ന് വിമർശിച്ചു. പക്ഷേ അതുവരെ ഉണ്ടായിരുന്ന ഒരു ദൃശ്യമാധ്യമ പരിസരമായിരുന്നില്ല റിപ്പോർട്ടർ TV ലോഞ്ച് ചെയ്തതിന് ശേഷമുണ്ടായത്. പിന്നീട് വന്ന ന്യൂസ് മലയാളമാണെങ്കിലും കൈരളിയാണെങ്കിലും സമാനമായ നിലപാട്, അതായത് ഒരു കാരണവശാലും നിങ്ങൾ വലതുപക്ഷത്തേക്ക് പോകാതിരിക്കുക എന്ന നിലപാടെടുക്കുമ്പോൾ സ്വാഭാവികമായും ആ 3 മാധ്യമങ്ങളെ മാത്രം എന്തുകൊണ്ടാണ് ഈ റഡാറിന് കീഴിൽ കൊണ്ടുവന്നത് എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തത്, മെറ്റയ്ക്ക് സംഭവിച്ച സാങ്കേതിക പിഴവ് എന്ന് വരുത്തി തീർക്കേണ്ടത് ആരുടെ ആവശ്യമായിരുന്നു? അതാണ് നേരത്തെ മാധവും പിയാസുനിലും ആന്റോ അഗസ്റ്റിനും ചൂണ്ടിക്കാണിച്ചത്. സാങ്കേതിക പിഴവ്, ടെക്നിക്കൽ എറർ ആയിരുന്നു എന്നുള്ളതാണ്. ഇന്നതാ വളരെ വ്യക്തമായി മെറ്റ നമുക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു, വി ക്യാൻ കൺഫേം ദാറ്റ് ദ ടേക്ക് ഡൗൺ വാസ് എക്സിക്യൂട്ടഡ് ഇൻ കംപ്ലൈൻസ് വിത്ത് ലോക്കൽ ലീഗൽ റിക്വയർമെന്റ്സ് റാദർ ദാൻ ഡ്യൂ ടു എ ടെക്നിക്കൽ എറർ. ടെക്നിക്കൽ എറർ അല്ല എന്നുള്ളത് അസന്ദിഗ്ധമായി പറയുന്നുവെന്നിരിക്കെ ആരുടെ താല്പര്യമായിരുന്നു അതൊരു സാങ്കേതിക പിഴവായി വരുത്തി തീർക്കുക എന്നുള്ളത്? നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം, മെറ്റ അങ്ങനെ പറഞ്ഞതിന് ഒരു തെളിവുമില്ലാതിരുന്നിട്ടും ഇത്രയധികം മാധ്യമങ്ങളിൽ അതെങ്ങനെ വാർത്തയായി? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ആരെങ്കിലും ഈ മാധ്യമങ്ങൾ ഈ വാർത്ത സംപ്രേഷണം ചെയ്തപ്പോൾ മെറ്റ ഇങ്ങനെയൊരു സാങ്കേതിക പിഴവുണ്ട് എന്ന് സമ്മതിച്ചു എന്ന് പറയുന്ന ഒരു കഷണം, ഒരു കടലാസ്, ഇപ്പോൾ ഞങ്ങൾ പുറത്തുവിട്ടതുപോലെയുള്ള ഒരു മറുപടി പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ കണ്ടിരുന്നോ? കണ്ടിരുന്നില്ല, കാണാൻ കഴിയില്ല. അങ്ങനെയൊരു മറുപടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊരു സങ്കല്പ സൃഷ്ടിയാണെങ്കിൽ അതാർക്കു വേണ്ടിയായിരുന്നു എന്നുള്ളതാണ്. അഞ്ചാമത്തത്, മാധ്യമ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഒരു വലിയ പ്രശ്നത്തെ ടെക്നിക്കലായി ചുരുക്കി അവതരിപ്പിക്കാനുള്ള ധൃതിക്ക് പിന്നിൽ എന്തായിരുന്നു? അതാർക്ക് വേണ്ടിയുള്ള കൊട്ടേഷൻ ആയിരുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ഇതൊരു സാങ്കേതിക പിഴവല്ല, ഇതൊരു ടെക്നിക്കലായിട്ടുള്ള ഗ്ലിച്ചല്ല, പകരം അതൊരു പൊളിറ്റിക്കലായിട്ടുള്ള നീക്കമായിരുന്നു. ഈ 3 മാധ്യമങ്ങളെ പ്രധാനമായിട്ടും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നീക്കമായിരുന്നു എന്നതാണ്. ഇനി ആറാമത്തത് പൊളിറ്റിക്കലായിട്ടുള്ള ചോദ്യമാണ്. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് തടി തപ്പാൻ ഇനി മുഖ്യമന്ത്രിക്ക് കഴിയുമോ എന്നുള്ള ചോദ്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം. മുഖ്യമന്ത്രി പറഞ്ഞത് ഞാനും സഹായിക്കാം എന്നാണ്. പക്ഷേ അങ്ങ് പറയേണ്ടത്, ഏഴാമത്തെ എൻ്റെ ചോദ്യമായി ഞാൻ ചോദിക്കുന്നതും ഞാൻ ഭയക്കുന്നതുമായ ചോദ്യം, ഇത് മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വകുപ്പ് CMO ഓഫീസ് അഥവാ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകനല്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൈകാര്യം ചെയ്യുന്ന സെക്രട്ടറി അല്ല ഇങ്ങനെയൊരു ലോക്കൽ ലീഗൽ റിക്വയർമെൻറ്റ് നടത്തിയിരിക്കുന്നതെങ്കിൽ
ഈ സർക്കാരിൻ്റെ കീഴിൽ IT വകുപ്പിൽപ്പെട്ട ഏതെങ്കിലും ഒരു ജോയിന്റ് സെക്രട്ടറി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണോ എന്നതാണ് എൻ്റെ രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, ഇനി അതാണെങ്കിൽ പോലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതിനേക്കാൾ ഞങ്ങളെ ഭയപ്പെടുത്തുന്നത് VD സതീശനു വേണ്ടി കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടോ എന്നുള്ളതാണ്. അതാണ് നേരത്തെ പി ആർ സുനിൽ സൂചിപ്പിച്ച ചോദ്യം. അത് വളരെ ഭയപ്പെടുത്തുന്ന ഒന്നാണ്. VD സതീശനു വേണ്ടി കേന്ദ്ര സർക്കാർ മെറ്റയോട് ഈ പോസ്റ്റുകൾ നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇതാണ് പൊളിറ്റിക്കലായിട്ട് വരുന്ന ആശങ്കപ്പെടുത്തുന്ന ചോദ്യം. ഇനിയും സമയമുണ്ട് സർക്കാരിന് തങ്ങൾക്ക് തെറ്റുപറ്റി എന്നത് തിരുത്തി പറയാൻ, തെറ്റുപറ്റി എന്നുള്ളത് വ്യക്തമായിട്ട് പറയാൻ ഇനിയും സമയമുണ്ട് എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ പറയാറുള്ള ഒന്നാണ്, ഭയകൗടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെയും എന്നുള്ളതാണ്. ഞങ്ങൾക്കൊരു ഭയവുമില്ല ഈ വിഷയത്തിൽ. 100% പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കൊപ്പമാണ്. എല്ലാ തെളിവുകളും നിങ്ങൾക്കൊപ്പം ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. കൗടില്യവുമായിട്ട്, കുടിലതന്ത്രങ്ങളുമായി ഒരു മീഡിയ മാർക്കറ്റ് ഷെയറിനെ മാത്രമാണ് ചില മാധ്യമ സുഹൃത്തുക്കൾ കാണുന്നതെങ്കിൽ ഞങ്ങൾക്ക് സഹതാപമെന്നേ പറയാനുള്ളൂ. അപ്പോൾ അധികാരത്തോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളത് നമ്മളുടെ നയമല്ല എന്നത് ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നു. അപ്പോൾ ഇനി വ്യക്തത വരുത്തേണ്ടത് ആരാണ് ഈ ലോക്കൽ ലീഗൽ റിക്വയർമെൻറ്റ്? റിപ്പോർട്ടർ TVയുടെ വാർത്തകളെ ഭയന്ന് 21 വാർത്താ കാർഡുകൾ പിൻവലിക്കാനുള്ള നിർദ്ദേശം നൽകിയത് എന്നാണ്. അതിലെങ്ങനെയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വന്നത്? അതിലെങ്ങനെയാണ് ബിനോയ് വിശ്വം വന്നത്? അതിലെങ്ങനെയാണ് വള്ളം മറിഞ്ഞ് മരിച്ചുപോയ ജോണിൻ്റെ മകൾ വന്നത്? അതിലെങ്ങനെയാണ് MDMA കേസിൽ അകപ്പെട്ടിരിക്കുന്ന പ്രതികളുടെ ചിത്രങ്ങൾ പുറത്തു വരുന്നതിൽ ആർക്കായിരുന്നു ഭയം എന്നുള്ളതാണ്. ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് കേരളം തേടുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ മെറ്റ ക്ലാരിറ്റി വരുത്തിയതോടുകൂടി എല്ലാ വ്യാജ പ്രചരണങ്ങളും പൊളിഞ്ഞിരിക്കുകയാണ്. ഇത് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഞങ്ങൾ വിട്ടു നൽകുന്നു. ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നമുക്ക് ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ? നുണ പറയാനൊരു സംവിധാനം എന്ന മട്ടിൽ കാര്യങ്ങൾ അധപതിച്ചു പോകുന്നതിന് മുൻപ് പ്രതികരിക്കേണ്ടത് പ്രിയപ്പെട്ട പ്രേക്ഷകരാണ്. ഞങ്ങളിവിടെ തൽക്കാലം ഇത് അവസാനിപ്പിക്കുന്നു. ഇത് വേട്ട തന്നെയായിരുന്നു, വേട്ടയ്ക്കുള്ള ശ്രമമായിരുന്നു. പക്ഷേ അത് പാളിപ്പോയി എന്ന് മാത്രം. 4 പേരുടെയും അഭിപ്രായം വേട്ട തന്നെയാണ് എന്നാണ്. Meet the editors.